അങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഒരു യാത്ര പോകണം എന്നുള്ളത്. ഇപ്പോൾ 2 പിള്ളേരായിട്ട് പോകുന്നത് വലിയ പാടായതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. മിക്കൂസ് കുറച്ചൊന്ന് വലുതാകട്ടെ എന്ന്. അങ്ങനെ മിക്കൂസിന് 3 മാസമായി കേട്ടോ ഇന്ന്. അങ്ങനെ അവനെയും കൊണ്ട് യാത്ര പോവുകയാണ്. ഇത്രയും ഒരു ലോങ് യാത്ര പോകുന്നത് ഇപ്പം മിക്കൂസിനായിട്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ആലപ്പുഴയിലെ കൃപാസനത്തിലാണ്. കൃപാസനം പള്ളിയിൽ ഞാൻ കിയാറേനെ പ്രഗ്നൻ്റ് ആയിരുന്നൊരു ടൈമിലും അതിന് മുന്നേയൊക്കെ ആയിട്ടും ശരിക്കും കൃപാസനം പള്ളി എന്ന് പറഞ്ഞാൽ കുറേ പറയാനുണ്ട് കേട്ടോ. അത്രയ്ക്കും എനിക്ക് ആ മാതാവ് ഭയങ്കര അത്ഭുത മാതാവാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കൃപാസനം പള്ളി ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് തന്നെ ഞാൻ എൻ്റെ കിയാറേനെ പ്രഗ്നൻ്റ് ആവണതിന് മുന്നേ ഞാൻ കൃപാസനം പള്ളിയിൽ പോയി ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ മാസം ഞാൻ പ്രഗ്നൻ്റായി കേട്ടോ. അതാണ് ഒരു വലിയ കാര്യം തന്നെ. കൃപാസന മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമായിരുന്നത്. പിന്നെ മിക്കൂസിനെ പ്രഗ്നൻ്റാണ്. പിന്നെ ഞങ്ങളൊരു പ്രഗ്നൻസിയെ പറ്റി അങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പ്രഗ്നൻ്റായി, മിക്കൂസിനെ പ്രഗ്നൻ്റായി. അപ്പോൾ അത് ആ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് കൃപാസന മാതാവ് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ മിക്കവാറും കൃപാസനത്തിൽ പോയി ഞങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ കൃപാസനത്തിൽ പോകും കേട്ടോ. ഇപ്പോൾ ഒരുപാടായി പോയിട്ട്. കാരണം മിക്കൂസ് കുഞ്ഞായതുകൊണ്ടും പിന്നെ പ്രഗ്നൻസി ടൈമിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് പോകുന്നതേ. അങ്ങനെ കൃപാസനത്തിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറേ ദിവസമായില്ലേ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഒന്ന് കറങ്ങാൻ പോകാം എന്നുള്ള ഇതിൽ ആലപ്പുഴ എവിടെയെങ്കിലും നമുക്കൊരു റിസോർട്ടിൽ പോയി ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാം. കാരണം കിയാറയ്ക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ അവൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ ഇരുന്ന് മണലുമൊക്കെ വാരി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയായിരിക്കും, വെട്ടുകാട് അവിടെ ബീച്ചിൽ ഇറങ്ങാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. കാരണം എല്ലാം ഇടിഞ്ഞ് കിടക്കുന്ന കാരണം ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആ കരയിലൊക്കെ നമ്മൾ നിന്ന് ജസ്റ്റ് കടലൊന്ന് കാണാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇവളെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ബീച്ചിൽ അവിടെ ഇറക്കത്തില്ല. മണ്ണിൽ അവിടെ ഇരുത്തി അവൾ അതും വെച്ച് കളിച്ച സ്പൂണും മണ്ണിൽ കളിക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അതും വെച്ച് അവൾ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നു. കൊട്ടാരക്കര ഒരു ആര്യാസ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുകയാണ്. രാവിലെ ഇവിടെ നിന്ന് 6 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത്. രാവിലെ പോയാലല്ലേ ഉള്ളൂ. കാരണം കൃപാസനത്തിൽ അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട സെക്കൻഡ് സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്കൊന്ന് അടുക്കാൻ പോലും പറ്റാത്തൊരു തിരക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ ഇറങ്ങി. അങ്ങനെ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് കയറിയത്. അപ്പോൾ ചേട്ടന് ദോശ കഴിക്കണം, മസാല ദോശ കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 മേടിച്ചിട്ട് പിന്നെ കിയാറയ്ക്ക് കൂടെ ഒന്ന് കൊടുത്ത് അമ്മ അവളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മിക്കൂസുള്ള കാരണം ചേട്ടൻ പിന്നെ എനിക്ക് വാരി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും ദോശയൊക്കെ കഴിച്ച്. കൃപാസനം പള്ളിയിൽ പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോകണം കേട്ടോ. നമ്മളിപ്പോൾ നടക്കത്തില്ല എന്നൊക്കെ വിചാരിക്കത്തില്ലേ, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കുക ഇത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ആ മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും. അത് ഉറപ്പാണ് കേട്ടോ. അച്ചട്ടാന്നൊക്കെ പറയത്തില്ലേ, ശരിയാ. മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ആ മാതാവ്. കാരണം എനിക്കും ചേട്ടനൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റി എന്ന് തന്നെ പറയണം. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞൊരു മാതാവാണ് ഈ കൃപാസന മാതാവ്. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ പോയതോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛൻ്റെ ആ ഒരു പ്രസംഗമൊക്കെ കേട്ടപ്പോൾ എനിക്കെടുക്കാനായിട്ട് തോന്നി. എനിക്ക് ഉടമ്പടി എടുക്കണം തോന്നി. അങ്ങനെ പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ എടുത്തതാണ്. അല്ലാതെ ആരെങ്കിലും എന്നെ പറഞ്ഞു വിട്ടിട്ടോ അല്ല ഫോഴ്സ് അങ്ങനെയൊന്നുമല്ല. എനിക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പ്രസംഗം കേട്ട് തോന്നി ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരിട്ട് ഞങ്ങൾ അറിഞ്ഞ കാര്യമെന്ന്. ശരിക്കും ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങുവാണേ. അപ്പം
ഉറങ്ങി. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ജപമാലയുടെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കേൾക്കുന്നത് ശരിക്കും ബെഡ്ഷീറ്റിൽ നിന്നാണ്. ഞാനിങ്ങനെ ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കുന്നതനുസരിച്ച് ആ ഒരു ജപമാലയുടെ ഒരു ശബ്ദം ശരിക്കും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ട് ഒന്നുമില്ല. അങ്ങനെ ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിച്ചത് ഞങ്ങൾക്ക് 2 പേർക്കും അത് അനുഭവിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്ത് ചേട്ടാ ഇതെന്തോ ഒരു ഭയങ്കര ശബ്ദമാണല്ലോ എന്ന്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്ന ജപമാലയുടെ ശബ്ദമാണല്ലോ ഈ കേൾക്കുന്നതെന്ന്. അങ്ങനെ ശരിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു ശബ്ദമാണത്. ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മിക്കവാറും എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി കേട്ടോ. അത് ശരിക്കും ഈ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ എനിക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ എനിക്ക് സാധിക്കാത്തായിട്ടുള്ളൂ. പക്ഷെ അത് സാധിക്കും. അതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ച് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ വലിയ അനുഗ്രഹമാണ് ശരിക്കും കൃപാസനം മാതാവ്. പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. നമ്മുടെ കലവൂരാണ്, ആലപ്പുഴ കലവൂർ. ആ പള്ളിയിൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ എന്തോ ഭയങ്കര ഒരു സന്തോഷവും ഒരു സമാധാനവും എല്ലാമാണ്. പക്ഷെ പിള്ളേരെയൊക്കെ കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയമൊക്കെ എനിക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിച്ചു. നല്ല ചോറായിരുന്നു. നല്ല ചോറ് മിക്കൂസിനെ അവിടെ കിടത്തിയിട്ട് കഴിക്കാനും പറ്റി. അതാണ് വലിയൊരു ഭാഗ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ കൈ വെച്ചുകൊണ്ട് കഴിക്കുന്നതിന് വലിയ പാടല്ലേ. അപ്പം ഞാൻ അവിടെ ഒരു ടേബിളിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവനവിടെ ഒന്ന് കിടത്തിയിട്ട് ഞങ്ങൾ 3 പേരുടെ അമ്മ പപ്പയുടെ കൂടെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങളെല്ലാം ചോറൊക്കെ കഴിച്ച് അവിടെ നിന്ന് നല്ല മത്തി ഫ്രൈ കിട്ടിയായിരുന്നു. അയ്യോ സൂപ്പറായിരുന്നു. നല്ല മുട്ടയൊക്കെയുള്ള മത്തി, നല്ല മത്തി ഫ്രൈ ആയിരുന്നു. അതൊക്കെ കൂട്ടി നല്ല സൂപ്പർ ചോറായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ ഒരു ചോറ് ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ പോയത് ഞങ്ങളുടെ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ റിസോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ചേട്ടൻ ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പം നെറ്റിൽ നിന്നൊക്കെ നോക്കി എടുത്ത് ഞങ്ങൾ കുറേ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഒന്ന് ഞങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കണം, പിന്നെ കിയാരയ്ക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ എല്ലാം നോക്കിയിട്ട് എടുത്തൊരു റിസോർട്ടാണ് ആലപ്പുഴ ബ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള. ബ്ലിസ്സാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്, ബ്ലിസ്. അത് നല്ലൊരു റിസോർട്ടാണ്. 2000 2000 രൂപയാണ് അതിൻ്റെ ഒരു ദിവസത്തേന്. നമ്മളിന്നിപ്പോൾ 12 മണിയാകുമ്പോൾ നമ്മളവിടെ കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 11 11:30 തോന്നുന്നു അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. പക്ഷേ നല്ലത് എല്ലാം നല്ല ഒരു ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് എല്ലാം ആണെങ്കിലും നല്ലതാണ്. നല്ല വൃത്തിയും നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ടാണത്. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റിസോർട്ടാണ്. കാരണം നേരെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ എല്ലാ പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും. അവിടെ ഇരുന്ന് കളിക്കാനും ഒക്കെ ആണേലും. കിയാരയ്ക്ക് ഇവിടെ ബീച്ചിൽ സാധാരണ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള കളിപ്പാട്ടം അതെപ്പോഴും എടുത്ത് കാറിൽ ചേട്ടൻ ഇട്ടിരിക്കും. അത് ഞാനെടുത്ത് അവൾക്ക് കൊടുത്തു. അതും കളിച്ച് അവൾ അവിടെ ഇരുന്ന് പിന്നെ നമുക്കൊത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബെഡുണ്ട്, പിന്നെ കബോർഡുണ്ട്, ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, പിന്നെ കണ്ടില്ലേ 2 ഡ്രോകളുണ്ട്, കെറ്റിലുണ്ട്, ഹെയർ ഡ്രയറുണ്ട്. എല്ലാ സാധനങ്ങളും ആ ഒരു റൂമിലുണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫുഡ് ഒന്നിൽ നമുക്ക് അവരുണ്ടാക്കിത്തരും. എന്താണോ നമ്മൾ പറയുന്നത് അതവരുണ്ടാക്കിത്തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. എപ്പോഴും ഫുഡ് കിട്ടും കേട്ടോ, നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ എന്ത് പറഞ്ഞാലും അവർ നമുക്ക് അതെല്ലാം അറേഞ്ച് ചെയ്ത് തരും. നന്നായിട്ട് നമ്മളെ കെയർ ചെയ്യുന്ന നല്ല ഒരു ടീമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ. കണ്ടില്ലേ ചേട്ടൻ കേരയും കൂടെ വന്ന പാടെ പുറത്തിറങ്ങി. പിന്നെ അവൾക്ക് കടൽ കണ്ടപ്പം കടലിലോട്ട് ഓടണം, ഇറങ്ങണം. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇവിടെ കടലിൽ ഒരു പ്രാവശ്യം ഇറക്കി, അപ്പോൾ പിന്നെ അവൾക്ക് എപ്പോഴും കടലിൽ ഇറങ്ങണം. ഒരു ഊഞ്ഞാൽ കണ്ട് പിന്നെ അതിൽ കുറച്ച് നേരം ഒന്ന് ആടി.
ഇതാണ് ശരിക്കും ആ റിസോർട്ട്. രാവിലത്തെ അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. പക്ഷെ വൈകുന്നേരമാണ് സൂപ്പർ കേട്ടോ. വൈകുന്നേരം ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല സൂപ്പറാണ്. കിയാരേനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. അത് നല്ല രസമാണ് കേട്ടോ. പുറത്തിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അതിനുള്ള ചെയറും ടേബിളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്ക് നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ല രസമാണ്. അവൾ അവിടെ റൂമിൽ വരും, ബീച്ചിലേക്ക് ഇറങ്ങും. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവളൊരു വീട് പോലെയായി. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പുറത്തങ്ങനെ ഇറക്കാറില്ല കേട്ടോ. എപ്പോഴും ഡോറൊക്കെ അടച്ചിട്ട് വീടിനകത്തൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് വൈകുന്നേരമോ എങ്കിൽ അപ്പോഴൊക്കെ ആയിരിക്കും ഒന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറക്കിയപ്പോൾ ശരിക്കും അവൾക്കൊരു സ്വർഗം കിട്ടിയ പോലെയാണ് അവൾ. പിന്നെ അവൾക്ക് ഇതേ ചേട്ടൻ കടലിൽ കൊണ്ടുപോയി അവളെ ഒന്ന് കുളിപ്പിച്ചെടുത്ത്. അവൾക്ക് ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവൾ കുളിപ്പിക്കുമ്പോൾ അയ്യോ തണുപ്പ് തണുപ്പാന്ന് പറയും. എൻ്റെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ടില്ലേ, എത്ര സമയം വേണോ അവിടെ നിന്നോളും. പിന്നെ ചേട്ടൻ പിന്നെ അതനുസരിച്ച് അവളോടൊപ്പം അങ്ങ് നിൽക്കും. കാരണം അതുപോലെ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കും. ഞാനും മിക്കൂസും ഇവിടെ റൂമിലൊക്കെ ഇരുന്ന് ബോറടിച്ച്. പിന്നെ വൈകുന്നേരമാണ് സൂപ്പറായിട്ട്. അതിന് മുന്നേ വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറായിരിക്കത്തില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്ത് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം ആയപ്പം ഞാൻ ചപ്പാത്തിയും ബീഫ് ഫ്രൈയും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞത് മട്ടനും അരിപ്പത്തിരിയായിരുന്നു പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് പോലല്ല ശരിക്കും. ജില്ലകൾ മാറിയാലും ടേസ്റ്റ് മാറും എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു ബീഫ് ഫ്രൈക്കും മട്ടൻ കറിക്കും ഒക്കെ വേറൊരു ടേസ്റ്റായിരുന്നു. ശരിക്കും മയോണൈസ് എന്തൊക്കെയോ ചേർത്തൊരു മട്ടൻ കറി പോലെ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബീഫ് ഫ്രൈ അത്ര പോരായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. പിന്നെ നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഞാൻ ചേട്ടനോട് ഒരു ചേട്ടാ നമുക്ക് പുറത്ത് പോകാം, പക്ഷേ മിക്കൂസ് കിടക്കുമല്ലേ, അവ ഉണരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ വെച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് പോകാമെന്ന്. അങ്ങനെ ഈ വീഡിയോ കോൾ ചെയ്തത്. അങ്ങനെ ഒന്ന് വീഡിയോ കോളിൽ തിരിഞ്ഞപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ്. പിന്നെ അവനെ കൊണ്ട് ഞാൻ ഒരു ചെയറൊക്കെ എടുത്തിട്ടിട്ട് അവിടെ പോയിരുന്ന് ചേട്ടനെയും കിയാരേനെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്ന്. അവരാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്തത്. ഞാനും മിക്കൂസും കൂടെ അകത്തൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമെന്നല്ലാതെ, കാര്യം ഇവൻ അവിടെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് റൂമിൽ അങ്ങനെ ആക്കിയിട്ട് പോകാനൊരു പേടി. അപ്പം ഞാൻ അവൻ്റെ കൂടെ തന്നെയായിരുന്നു. കിയാര ഈ ബക്കറ്റ് കൊടുത്ത് ഏത് സമയവും മണ്ണ് വാരി കളിയായിരുന്നു. കുറേ മണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും, അടുത്തെടുത്ത് കൊണ്ടിടും, വീണ്ടും അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടിടും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ശരിക്കും നന്നായിട്ട് ഒരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ബീച്ച് ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളതാണ്. കടലിലൊക്കെ നന്നായിട്ട് നമുക്ക് കുളിച്ച് കയറാം. അത്രയും നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയും ഒക്കെയുള്ള നല്ലൊരു ബീച്ചാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാര്യം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മണലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് പിള്ളേരിരുന്ന് കളിച്ചോളും. നമുക്ക് അതുകൊണ്ട് ചുമ്മാതെ ഇരിക്കാം, കുറേ സമയം കിട്ടും. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അവിടെ, നല്ല കാറ്റായിരിക്കും.
പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫ്രൈഡ് റൈസായിരുന്നു. ബീഫ് ചില്ലിയും ഫ്രൈഡ് റൈസുമായിരുന്നു കഴിച്ചത്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ കിടന്നൊക്കെ സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് നേരെ കടലൊക്കെ കണ്ട് എന്ത് ശാന്തമായിട്ട് കിടക്കുന്നു. ചേട്ടൻ ദേ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ പിള്ളേരുള്ള കാരണം അങ്ങനെ എപ്പോഴും പുറത്തിറങ്ങാൻ പോകാൻ പറ്റത്തില്ലല്ലോ. അവർ ഉറങ്ങുവാണേ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. ദേണ്ട കണ്ടില്ലേ അവിടെ കപ്പിൾസ് വന്നിരിക്കുന്നത്. അപ്പോൾ കപ്പിൾസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ മീൻ പിടിക്കുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ നമുക്കിഷ്ടമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരുവേ. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടൊപ്പം ഉള്ളതാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സാമ്പാർ. ഞങ്ങൾ പുട്ടും കടലക്കറിയും ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു പറഞ്ഞത്. പിന്നെ കിയാരയ്ക്ക് ഒരു ഗ്ലാസ് പാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൊണ്ടു തന്നു. പിന്നെ പോകാറായില്ലേ, അതിൻ്റെ ഒരു ഓട്ടം. അവസാനം കിയാര കടന്ന് ഓടി കളിക്കുന്നു. പിന്നെ അവളെയും പിടിച്ചെടുത്തുകൊണ്ട് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവയാണേ. അവൾക്ക് ഈ പാവേനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും അതിനെയും കൊണ്ടേ പോകത്തുള്ളൂ. അതിനോട് ആട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ അടൂരാണ് എത്തിയത്. അടൂർ കയറി ഞങ്ങളടുത്ത് ലഞ്ച് കഴിക്കുവാണേ. അങ്ങനെ മിക്കൂസിന് അവിടുത്തെ തൊട്ടിലിൽ കിടത്തി. അവനവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കടകളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇവനെ ഒന്ന് കിടത്താൻ പറ്റും. കിടത്തി നമുക്കൊന്ന് സമാധാനമായിട്ടിരുന്നൊന്ന് കഴിക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വലിയൊരു കടയിലൊക്കെ കയറി മിക്കൂസിനെ അവിടെ കിടത്തി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോസൊന്നും ഒരുപാട് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം പിള്ളേരുള്ള കാരണം അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.